സാവകാശം ജോലി ചെയ്തുകൊണ്ട് കാര്യം നടക്കില്ല. നമ്മുടെ പക്കൽ സമയമില്ല. സൂര്യൻ തലയ്ക്ക് മുകളിൽ എത്താറായിരിക്കുന്നല്ലോ. ആരാണ് ആരാണ് ഇപ്രകാരം വിലപിക്കുന്നത്? ആരാണ് കരയുന്നതെന്നോ? അത് കണ്ടില്ലേ, ഉറുമ്പുകൾ കരയുകയാണ്. നോക്ക്, ഉറുമ്പുകളുടെ സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഉറുമ്പുകളോ? ഉറുമ്പുകൾ കരയുന്നതിന്റെ ശബ്ദം കേൾക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അതായത് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇന്ദ്രജാലമുണ്ട് രാജകുമാരി. ഇനി അത് പ്രാണിയാകട്ടെ, മൃഗമാകട്ടെ, മനുഷ്യനാകട്ടെ, എല്ലാവർക്കും പരസ്പരം പറയുന്നത് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാ ഇവരെ കൊന്നു കളയുന്നത്? ഇവര് കരയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? കരയുന്നത്രേ. നീ നിന്റെ കാര്യം നോക്കിയാ മതി. സമയത്തിന് നിന്റെ ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ ആ കിളയുണ്ടല്ലോ, ഈ ഉറുമ്പുകളെ ചവിട്ടി അരച്ച പോലെ നിന്നെ ചവിട്ടി അരക്കും. നാം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇവരെ വധിക്കാൻ പാടില്ല. അങ്ങനെയാണോ? പോട്ടെ. വടി ഇവളുടെ തലക്ക് നോക്കിട്ടല്ല അടി കൊടുക്ക്. ഇതെന്താണ്? അവിടെ നിന്ന് എന്താണ് ഈ രൂപത്തിൽ വന്നത് രാക്ഷസറാണി? രാക്ഷസറാണി ജോഡില ഇനി രൂപനഗരം എന്ന സാമ്രാജ്യത്തിന്റെ അധിപതിയാണ്. ഇനി അങ്ങ് പല കാഴ്ചകളും കാണാൻ ബാക്കിയുണ്ട് രാജവൈദ്യൻ. അതെല്ലാം പോട്ടെ, നിങ്ങൾ പറയൂ, നിങ്ങൾ അവിടെ എന്താണ് നോക്കിയത്? ആ സമയത്തെ നിങ്ങളുടെ ഭയം കണ്ടപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടത് എന്തോ മോഷണം നടത്തി പിടിക്കപ്പെട്ടതുപോലെയാ. അല്ല, എന്താ ജോഡിലും എല്ലാം മനസ്സിലാക്കിയോ? അഥവാ ഇവരെല്ലാം മനസ്സിലാക്കിയാൽ സർവനാശം സംഭവിക്കും. സത്യമായി പറയൂ രാജവൈദ്യൻ, നമ്മുടെ അടുത്ത് യാതൊരു അതിബുദ്ധിയും കാണിക്കരുത്. അവിടത്തെ രാജ്യത്തിൽ അവിടത്തോട് അതിബുദ്ധി കാട്ടാൻ ശ്രമിക്കുമോ? അത്രയും ധൈര്യം ആർക്കാണുള്ളത്? നിങ്ങൾ പറഞ്ഞത് സത്യമാണ് രാജവൈദ്യൻ. രാക്ഷസറാണി ജോഡിലയുടെ മുൻപിൽ ശിരസ്സുയർത്തി സംസാരിക്കാനുള്ള ധൈര്യം ആരുടെ ഉള്ളിലുമില്ല. എങ്കിലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ മനുഷ്യവർഗത്തിൽ വിശ്വാസമർപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ല. അതെന്തുമാകട്ടെ, നിങ്ങളിവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് നമ്മോട് ഇതുവരെ പറഞ്ഞില്ല. നാം ഇവിടെ അവളെ കാത്തു നിൽക്കുകയായിരുന്നു. എവിടെയാണവൾ? ലതാ, എന്താണിത്? എന്താണ് ഇവൾക്ക്? എന്താണ് സംഭവിച്ചത്? ജോഡില, നീ എന്താണ് ഇവളോട് ചെയ്തത്? നമ്മുടെ പുത്രിക്ക് ഇപ്രകാരം ഒരു അവസ്ഥയുണ്ടായത് എങ്ങനെയാണ്? നമ്മെ രക്ഷിക്കൂ, നമ്മെ ഇവിടെ നിന്ന് താഴെ ഇറക്കൂ, നമ്മെ താഴെ ഇറക്കൂ.
ദയവ് ചെയ്ത് താഴെ ഇറക്കൂ. ഇറങ്ങിക്കോ. എത്ര നേരം തൂങ്ങി കിടക്കും? ഇനി നീ ആ വടിയിൽ നിന്ന് വിട്ടാൽ അത് നിന്റെ തലയിൽ പതിക്കും. അതോടെ തീർന്നു. ഏയ് ഗുർഗുരെ, രാജകുമാരിക്ക് എങ്ങനെ കഷ്ടത നൽകുന്നത് എന്തിനാണ്? അവരെ വിടൂ. നീ മിണ്ടരുത്. ഇവള് നമ്മെ ഉറുമ്പിനെ കൊല്ലാൻ അനുവദിക്കാത്തത് എന്താ? എന്റെ ഭഗവാനെ, എന്നെ വിടൂ. ശരീരത്തിൽ മുഴുവൻ ഉറുമ്പുകൾ കയറുന്നു. എന്നെ വിടൂ. അയ്യോ, രക്ഷിക്കൂ. മുഴുവൻ ഉറുമ്പുകൾ എന്നെ കടിച്ചല്ലോ. എത്ര കടിയാ കടിച്ചത്? അയ്യോ, ചൊറിഞ്ഞിട്ട് വയ്യ. വീണ്ടും ഉറുമ്പുകളെ. ഇത് തന്നെ വേണം. നിനക്ക് ഈ ശിക്ഷ ആവശ്യമാണ്. എന്റെ ഭഗവാനെ,